ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ തിക്കിലും തിരക്കിലും പെട്ട് അപകടമുണ്ടായി. 10ഓളം പേർക്ക് പരിക്കേറ്റു എന്നാണ് വിവരം. അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തിയിട്ടുണ്ട്. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്നും അതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകും. ആ അപകടത്തിന്റെ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാം. അച്യുതൻ, ഈ അപകടമുണ്ടായത് എപ്പോഴാണ്? ഈ മഹാകുംഭമേളയ്ക്ക് എത്തിയ ഭക്തരാണ് ഈ അപകടത്തിൽപ്പെട്ടതിൽ അധികവും എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നേരത്തെ അച്യുതൻ ആ വിവരം പുറത്തുവിട്ടതുമാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് റെയിൽവേ സ്റ്റേഷനിൽ? പ്രജിൻ, ഇന്ന് രാത്രി 10 മണിയോടുകൂടിയാണ് ഈ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ വലിയൊരു തിരക്ക് അനുഭവപ്പെട്ടത്. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം പ്ലാറ്റ്ഫോം നമ്പർ 13, 14, 15 എന്നീ പ്ലാറ്റ്ഫോമുകളിലാണ് ഈ തിരക്ക് ഉണ്ടായത്. വലിയ രീതിയിലുള്ള ഒരു തിരക്കായിരുന്നു. ഈ മഹാകുംഭമേളയിൽ പങ്കെടുക്കാനായി എത്തിയ ഒരു ഭക്തരുടെ ഒരു വലിയ ഒരു തിരക്കായിരുന്നു ഈ 3 പ്ലാറ്റ്ഫോമുകളിലുമായി അനുഭവപ്പെട്ടത്. തുടർന്ന് ഈ അപകടത്തിൽ ഇതുവരെ ഒരു 10ഓളം പേർക്ക് പരിക്കേറ്റതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി മറ്റ് രക്ഷാപ്രവർത്തന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം ആംബുലൻസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഇപ്പോൾ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വന്നിട്ടില്ല. എന്തായാലും വലിയൊരു അപകടം ആണ് ഉണ്ടായത് എന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും മറ്റും ഇപ്പോൾ ലഭ്യമാകുന്നത്. ഈ പ്ലാറ്റ്ഫോം 13, 14, 15 എന്നിവിടങ്ങളിലാണ് ഇപ്പോൾ ഈ തിക്കിലും തിരക്കിലും പെട്ട ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. പ്രജിൻ, അച്യുതൻ, ഈ ദൃശ്യങ്ങൾ നമ്മളെ പേടിപ്പിക്കുന്നതാണ്. അത്രമാത്രം വലിയ തിരക്ക് അവിടെ ഉണ്ടെന്ന് ഈ ദൃശ്യങ്ങൾ അത് വ്യക്തമാക്കി തരുന്നുണ്ട്. ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില അത് സംബന്ധിച്ച വിവരങ്ങൾ നമുക്ക് എപ്പോൾ അറിയാൻ കഴിയും? ഈ ആശുപത്രിയുമായി ബന്ധപ്പെടാൻ കഴിയുന്നുണ്ടോ? പ്രജിൻ, അല്പസമയത്തിനകം തന്നെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കഴിഞ്ഞ കുറച്ചു നാളുകളായി തന്നെ വലിയ രീതിയിൽ ട്രെയിനുകളിൽ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കുംഭമേളയിൽ പങ്കെടുക്കാനായി ഈ ഡൽഹിയിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വലിയ നിര തന്നെ ഉണ്ടായിരുന്നു. അങ്ങനൊരു പശ്ചാത്തലം കൂടിയുണ്ട്. എന്തായാലും ഇന്ന് ഈ പ്ലാറ്റ്ഫോമുകളിലാണ് ഇത്തരമൊരു തിക്കും തിരക്കും അനുഭവപ്പെട്ടത്. 10 മണിയോട് കൂടിയാണ് ഈ സംഭവം എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. നിരവധി പേർക്ക് പരിക്കേറ്റതായാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ അതിൽ കൃത്യമായ കണക്ക് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഈ പരിക്ക് സംബന്ധിച്ചുള്ള അവരുടെ പരിക്കേറ്റവരുടെ നില അതെന്താണ് എന്നത് സംബന്ധിച്ചും വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമല്ല. മറിച്ച് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന വിവരം മാത്രമാണ് ഇപ്പോൾ ആ സംഭവ സ്ഥലത്ത് നിന്ന് നമുക്ക് ലഭ്യമാകുന്നത്. ഒപ്പം എല്ലാവിധ സംവിധാനങ്ങളും ഇതിനോടകം തന്നെ അവിടെ എത്തിച്ചിട്ടുണ്ട്. അഗ്നിരക്ഷാസേനയുടെ ഏതാണ്ട് 4 യൂണിറ്റുകൾ ഇപ്പോൾ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ആംബുലൻസ് സംവിധാനങ്ങൾ, പോലീസ് ഫോഴ്സ് അടക്കം ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാലും ഇനി കാത്തിരിക്കേണ്ടത് എത്ര പേർക്ക് പരിക്കേറ്റു, അവരുടെ നില സംബന്ധിച്ച കാര്യങ്ങളാണ്. അത് വരുന്ന മിനിറ്റുകളിൽ തന്നെ അത് ലഭ്യമാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രജിൻ, ശരി. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ 13, 14, 15 പ്ലാറ്റ്ഫോമുകളിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അവിടെ ഇപ്പോഴും ആ തിരക്കുണ്ട്. പക്ഷേ അത് നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. 10ഓളം പേർക്ക് പരിക്കേറ്റു എന്നാണ് പ്രാഥമികമായി ലഭിച്ച വിവരം. അതിൽ ആരൊക്കെയുണ്ട്, എത്രയാണ് കൃത്യമായ കണക്കത് വരും മിനിറ്റുകളിൽ ലഭ്യമാക്കാൻ കഴിയും. ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്.